ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ചന്ദ്രബോസ് ശാലിനിയോട് പറയുന്നുണ്ട്, നീയും ഞാനും ഒരുമിച്ച് നിന്നാൽ ശാലിനിയെ എവിടെ നിന്നും നാണം കെടുത്തി വിടാമെന്നൊക്കെ പറയുന്നു. സുസ്മിതയ്ക്ക് ധൈര്യമൊക്കെ കൊടുത്തിട്ട് ചന്ദ്രബോസും സുസ്മിതയും കൂടി ശാലിനിയുടെ അടുത്തേക്ക് പോകുന്നു. സുസ്മിതയും ചന്ദ്രബോസും അവിടേക്ക് വരുമ്പോൾ ശാലിനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇത് പേഴ്സണൽ മീറ്റിംഗ് ആണെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അവര് മേയറും കമ്മീഷണറും ഒക്കെയല്ലേ, വന്നോട്ടെ, അവരും കൂടെ ഈ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കട്ടെ എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ സുസ്മിതയോട് പറയുന്നുണ്ട്, ഇവളെ കൊണ്ട് തന്നെ ഒരു കാര്യവും നടക്കത്തില്ല, അതുകൊണ്ടാണ് അവൾ അങ്ങനെ നമ്മളെ കൂടെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും അവിടേക്ക് ചെല്ലുന്നുണ്ട്. ശാലിനി വിഷ്ണു കൊടുത്ത പേന കയ്യിലേക്ക് എടുക്കുന്നു. ശാലിനിയോടാണെങ്കിൽ വിഷ്ണു പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ഈ പേനയാണെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കാൻ പാടില്ല, താൻ കളക്ടർ ആകുമ്പോൾ ആദ്യം സൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ പേനയായിരിക്കണമെന്ന് പറഞ്ഞത് ഓർക്കുന്നു. അതിനുശേഷം ആ പേന തന്നെ എടുത്തിട്ട് ശാലിനി സൈൻ ചെയ്യുകയാണ്. ശാലിനി സൈൻ ചെയ്തിട്ട് ആ പേപ്പർ ആണെങ്കിൽ ചന്ദ്രബോസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ഇത് സത്യഭാമയുടെ തോക്കിന്റെ ലൈസൻസ് ആണ്, അതാണെങ്കിൽ പുനഃപരിശോധിച്ചപ്പോൾ തെറ്റുപറ്റിയെന്ന് തോന്നിയിട്ട് വീണ്ടും ആണെങ്കിൽ ലൈസൻസ് അനുവദിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ചേക്കണമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അത് വിഷമത്തോടെയാണ് വാങ്ങുന്നത്. ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട്, ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ACPക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതുപോലെയാണ്. ശരിക്കും ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടന്നാൽ പലരും വീട്ടിലിരിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും, അതുകൊണ്ട് ഞാൻ അതിനൊന്നും തൽക്കാലം മുതിരുന്നില്ല എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, ജില്ലാ കളക്ടർക്ക് വേണമെങ്കിൽ തോക്കിന്റെ ലൈസൻസ് ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ ഒരു ക്രിമിനലിനെ പുറത്തു വിടണോ വേണ്ടയോ എന്ന് പോലീസുകാരാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ജില്ലാ കളക്ടറിന് ജാമ്യം അനുവദിക്കാൻ പറ്റുമല്ലോ, ആ ജാമ്യത്തിന്റെ പേരിൽ വിഷ്ണുവിനെ വിട്ടയച്ചിരിക്കണമെന്ന് പറയുന്നു. പോലീസുകാർ തന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്നും പറയുന്നു. അത് മാത്രമല്ല ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ACP ആയതിനു ശേഷം അന്വേഷിച്ച കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് തരണമെന്ന്. എല്ലാ ദിവസവും പോലീസുകാർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള മീറ്റിംഗും വൈകുന്നേരം എന്നും ഉണ്ടാകുമെന്നും പറയുന്നു. ഒക്കെ കേൾക്കുമ്പോൾ ചന്ദ്രബോസിനൊട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശാലിനി അപ്പോൾ ഇതെന്റെ ഓർഡർ ആണെന്ന് പറയുന്നു. ശാലിനി പറയുന്നുണ്ട്, ഒറീസയിൽ ഞാൻ അസിസ്റ്റന്റ് കളക്ടർ ആയപ്പോഴേ എല്ലാം നടത്തിയിട്ടുണ്ട്, ഇവിടെ അപ്പോൾ എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു. പുസ്തകത്തിൽ പഠിച്ചതൊക്കെ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നതെന്ന് പറയും. ശാലിനി പറയുന്നത് കേട്ടിട്ട് ജഗദീപ് പറയുന്നുണ്ട്, കൊല മാസാണെന്ന്, എനിക്കാണെങ്കിൽ വിസിലടിക്കാൻ തോന്നുന്നുണ്ട്, കളക്ടറേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ അടിച്ചേനെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ മിണ്ടാതിരിക്കടാന്ന് ജഗദീപിനോട് പറയുന്നു. ശാലിനി മേയറോട് പറയുന്നുണ്ട്, കാലിത്തീറ്റയിലും അതുപോലെ സ്കൂളിൽ പിള്ളേർക്ക് കൊടുക്കുന്ന ഫുഡിൽ പോലും മായം ചേർത്തെന്നൊക്കെ ചില പരാതിയൊക്കെ കോർപ്പറേഷനിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇനിയും തൊട്ട് എന്നോട് സഹകരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിതയാണെങ്കിൽ സഹകരിക്കുമെന്ന് പറയുന്നുണ്ട്. ജഗദീപ് അവിടെയും കൈ കൊട്ടുന്നുണ്ട്, പ്രമാദമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് മൂക്ക് കയറിടൽ എന്നൊക്കെ പറയും. ചന്ദ്രബോസിന് അതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രബോസ് ഷൂസ് കൊണ്ട് ജഗദീപിനെ ചവിട്ടുന്നുണ്ട്. ശാലിനി അഴിമതിയെക്കുറിച്ചൊക്കെ ഒരു പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്. ശാലിനി പറയുന്നുണ്ട്, അഴിമതിയും കൈക്കൂലിയൊന്നും ഈ ഓഫീസിൽ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയാമെന്ന് പറയുന്നു. ആ സമയത്ത് എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്നവരെല്ലാം ശാലിനി പറയുന്നത് അംഗീകരിക്കുന്നു. സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും കൈകൊട്ടുന്നത് കണ്ടിട്ട് വേറെ വഴിയില്ലാതെ ചന്ദ്രബോസും സുസ്മിതയും കൈകൊട്ടുന്നുണ്ട്. അതിനുശേഷം ശാലിനി പറയുന്നുണ്ട്, എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന്. സുസ്മിത പോകാൻ നേരത്തെ ശാലിനിയോട് പറയുന്നുണ്ട്, കാണാം കളക്ടറെ എന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും കാണണം, അതിനുവേണ്ടിയാണല്ലോ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. എല്ലാരും പോയി കഴിഞ്ഞിട്ട് ജഗദീപ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശാലിനി ജഗദീപിനോട് പറയുന്നുണ്ട്, ജഗദീപ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് വന്നതെന്ന്. ജഗദീപ് അപ്പോൾ പറയണം, എനിക്ക് എന്റെ വിഷ്ണു ആശാനെയും കുടുംബത്തെ അങ്ങനെ മറക്കാൻ പറ്റുമോ, ഇവിടെ എല്ലാവരും കൂടെ ദ്രോഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. വിഷ്ണു ആശാൻ എപ്പോൾ എന്നെ കണ്ടാലും മേഡത്തെ കുറിച്ചേ സംസാരിക്കത്തുള്ളൂ, ഇപ്പോഴും മനസ്സ് ഫുള്ള് മേഡം തന്നെയാണെന്ന് പറയുന്നു. എന്തായാലും മേഡം കളക്ടറായിട്ട് ജോയിൻ ചെയ്ത കാര്യം ഞാൻ അറിയിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, സമയമായില്ല, സമയമാകുമ്പോൾ ഞാൻ തന്നെ അറിയിച്ചോളാം എന്നൊക്കെ പറയുന്നു. ശേഷം സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ചിറ്റപ്പനല്ലേ പറഞ്ഞത്, അവളാണെങ്കിൽ വലിയ ആളായിട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ, ഇപ്പൊ എന്താ എന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, ഇവൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുണ്ടാകുമെന്ന് ഞാനും കരുതിയില്ല എന്നൊക്കെ. സുസ്മിത പറയുന്നുണ്ട്, ജയിലിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു, 6 വർഷമായിട്ട് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു.
അപ്പോഴും ഞാൻ ആശ്വാസമായിട്ട് കരുതിയത് ശാലിനിക്കാണെങ്കിൽ കുടുംബമില്ല, ഫാമിലി ഇല്ല, ഒന്നുമില്ല, എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണെന്നൊക്കെ പറയുന്നു. ജയിലിൽ നിന്നും റിലീഫ് ആയതിനു ശേഷം അച്ഛന്റെയും അമ്മയുടെയും പണത്തിന്റെയൊക്കെ സഹായത്തോടെ മേയർ ആകാൻ പറ്റി. എന്നിട്ടിപ്പൊ സുഖമായിട്ട് ജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവളുടെ എൻട്രി. ഒരിക്കലും ഞാൻ ഇവളെ ഇങ്ങോട്ടിപ്പോ പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ പറയുന്നു. ഇത്രയും കാലം അവൾ എന്തെടുക്കുകയായിരുന്നെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിരുന്നു. നമ്മൾ അന്വേഷിച്ചില്ല, അത് നമ്മുടെ തെറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത്രയും വലിയ അടി കിട്ടിയെന്നൊക്കെ സുസ്മിത പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, മേയർ ആണെങ്കിൽ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ എന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയത്, എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ജഗദീപ് ആണെങ്കിൽ ഗോവിന്ദ എന്ന് പറയുന്നുണ്ട്. ജഗദീപ് അപ്പോൾ പറയുന്നുണ്ട്, നീ ജനപ്രതിയാന്നും പറഞ്ഞ് ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കരുത്, നിനക്കാണെങ്കിൽ 13 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമേ നീ വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അതെങ്ങനെയൊക്കെ മാറിപ്പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ജഗദീപ് ഉപദേശിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്